Hi dears, 8th സ്റ്റാൻഡേർഡിലെ ICT ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്റർ ഡിജിറ്റൽ മ്യൂസിക്. ഇവിടെ നമുക്ക് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് LMMS. നമ്മുടെ ഡിജിറ്റൽ മ്യൂസിക് എന്ന ചാപ്റ്റർ എടുക്കാം. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് LMMS. ഈ LMMS എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. LMMS മീൻസ് ലിനക്സ് മൾട്ടിമീഡിയ സ്റ്റുഡിയോ. ഓക്കെ, ഈ ഒരു LMMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് എടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു ഫയൽ തന്നിട്ടുണ്ട്. ഫയൽസിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 8ൽ ഒരു animation.mp4 എന്നൊരു വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇതിൽ സൗണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി നമ്മോട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് LMMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്കുള്ള ടാസ്ക്. ക്ലിയർ? ഇനി നമുക്ക് LMMS എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ പോയി LMMS എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ LMMS. ഈ LMMS ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ വരുന്ന ഈ ഭാഗം, ഇത് ടൈറ്റിൽ ബാറാണ്. ഇവിടെ മെനു ബാർസ് ഉണ്ട്. ഇവിടെ കുറച്ച് ഫയൽ കൺട്രോൾ ബാർസാണ് ഈ മുകളിൽ കാണുന്നത്. പിന്നെ ടൂൾസും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ സോങ് എഡിറ്റർ വിൻഡോ ഉണ്ട്, FX മിക്സർ ഉണ്ട്, കൺട്രോളർ റാക്ക് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിടാം. ഓക്കെ, ഇനി നമുക്കിവിടെ സോങ് എഡിറ്റർ മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ടെക്സ്റ്റിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബീറ്റ് ബാസ് ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മോട് ആദ്യം ഒരു റിതം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു റിതം എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് റിതം എന്ന ഭാഗം നോക്കാം. ഇനി എങ്ങനെ നമ്മൾ ഈ രൂപത്തിൽ റിതം ബാസ് ലൈൻ എഡിറ്ററിൽ നമുക്ക് എങ്ങനെയാണ് റിതം കൊടുക്കാം എന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതാണ് നമ്മുടെ LMMS വിൻഡോ. ഈ LMMS വിൻഡോയിൽ സോങ് എഡിറ്ററിൽ ഇവിടെ നമുക്ക് കണ്ടോ ബീറ്റ് ബാസ് ലൈൻ എന്നുള്ള ഒരു ഭാഗം കണ്ടോ. ഇതിലുള്ള ഫസ്റ്റത്തെ കോളം അതിനെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബീറ്റ് ബാസ് ലൈൻ എഡിറ്റർ വിൻഡോ കിട്ടും. ഈ ഭാഗത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ മെലഡി അല്ലെങ്കിൽ റിതം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മോട് പറഞ്ഞ രൂപത്തിലുള്ള ആ ഒരു റിതം കൊടുക്കുകയാണ് വേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ഇവിടെ കണ്ടോ ഈ ഒരു റിതം ഏതാണ് കൊടുക്കേണ്ടത് എന്നിവിടെ കറക്റ്റ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ റിതം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു സെല്ല് നമ്മോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. പിന്നെ ഇതാ നമ്മുടെ ബാസ് ലൈൻ ട്രാക്ക് ഇവിടെയുണ്ട്. ഈ രണ്ടും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കോളം, ദെൻ 1 2 3 കഴിഞ്ഞിട്ട് 4th സെല്ല് വീണ്ടും സെലക്ട് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും 1 2 3 കഴിഞ്ഞിട്ട് 4th 1, അഗെയിൻ 1 2 3 കഴിഞ്ഞിട്ട് 4th 1. ഈ രൂപത്തിലാണ് നമ്മോട് റിതം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാസ് ലൈൻ വിൻഡോയിൽ നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതാ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം. ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ സൗണ്ട് കേൾക്കാവുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ ഒരൊറ്റ ഒരു ബാസ് ലൈനിൽ നമ്മളൊരു റിതം കൊടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ഒരു എഡിറ്ററിലേക്ക് നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റിനെ ആഡ് ചെയ്യണം. ആ ഇൻസ്ട്രുമെൻറ്റിലുള്ള, അതായത് ഡ്രം എന്നുള്ള ന്യൂ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മളോട് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു റിതം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പുതിയൊരു ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങനെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ റിതം വന്നിട്ടുണ്ടാവും. നമുക്കതൊരു ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി അത് പ്ലേ ചെയ്ത് കഴിഞ്ഞ
നമുക്കിതിലേക്ക് മറ്റ് ഒരു ഇൻസ്ട്രുമെൻ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ മൈ സാമ്പിൾസ് എന്ന ഭാഗം കാണാം. ആ മൈ സാമ്പിൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ഡ്രം എന്ന ഓപ്ഷനിൽ ഈ ഒരു ഭാഗം കാണാം. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അത്രയും കാര്യങ്ങൾ അവിടേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ബാസ്ലൈൻ വിൻഡോ എടുക്കാം. ഇതിവിടെ ഇപ്പോൾ കിക്കർ എന്നുള്ളത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ബാക്കി ടെക്സ്റ്റിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടോ. ഈ ഒരു ടെക്സ്റ്റിൽ ഭാഗത്ത് ആദ്യം കിക്ക് 01 എന്ന് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ സ്നെയർ 01, ഈ ഹാഡ് ടു ഓപ്പൺ 01, ഈ ഹാഡ് ക്ലോസ്ഡ് 01. ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ കൊടുക്കാം. കിക്കർ അവിടെയുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് കിക്ക് 01 എന്നുള്ളതാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. കിക്ക് 01 ആഡ് ചെയ്തു. ഇനി സ്നെയർ 01, സ്നെയർ 01 ആഡ് ചെയ്യാം. പിന്നെ ഹി ഹാഡ് ഓപ്പൺഡ്, ഓക്കെ, ഹി ഹാഡ് ഓപ്പൺഡ് 01. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സൗണ്ട് അവിടെ കിട്ടും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതിലേക്ക് ആഡ് ആവും. ദെൻ ഹി ഹാഡ് ക്ലോസ്ഡ് 01. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മോട് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് ആഡ് ചെയ്ത ശേഷം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു മെലഡി കമ്പോസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്യാം. സെക്കൻഡ് വൺ കിക്ക് 01 സെയിം തന്നെയാണ്. ഇത് രണ്ടും ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സ്നെയർ 01 എന്നുള്ളിടത്ത് ഈ രൂപത്തിൽ ടെക്സ്റ്റിൽ കൊടുത്തതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ ലാസ്റ്റിൽ ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് ഹി ഹാഡ് ഓപ്പൺഡിൽ നമ്മോട് ഫസ്റ്റ് 1 2 3 തേർഡ് കോളം കൊടുത്തിട്ടുണ്ട്. എഗെയിൻ 1 2 3 കഴിഞ്ഞിട്ട് പിന്നെ ഫോർത്ത് കോളം കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഫോർത്ത് 1 2 3 ഫോർത്ത് 1 കൊടുത്തിട്ടുണ്ട്. എഗെയിൻ 1 2 3 ഫോർത്ത്. ഈ രൂപത്തിലാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹി ഹാഡ് ക്ലോസ്ഡിൽ ഫസ്റ്റ് ഫോർത്ത് കോളം കൊടുക്കുന്നു, എഗെയിൻ ഫോർത്ത് കോളം കൊടുക്കുന്നു, എഗെയിൻ ഫോർത്ത്, എഗെയിൻ ഫോർത്ത്. ഈ ഒരു രൂപത്തിലാണ് നമ്മളോട് കമ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓരോ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ മെലഡി കമ്പോസ് ചെയ്ത് എടുത്ത റിതം. മെലഡി അല്ല, റിതം. അപ്പോൾ ഈ ഒരു റിതം ഇത് ജസ്റ്റ് ഒരൊറ്റ ഇതിൽ നമ്മൾ ചെയ്തതാണ്. ഇവിടെ നമുക്കിത് മാറ്റുന്നതിനനുസരിച്ച് വേറെ പുതിയ പുതിയ റിതംസൊക്കെ കമ്പോസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ ഇത് ഇവിടെ ഉണ്ടായിരിക്കും. നമുക്കൊന്ന് പ്ലേ ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഒരു ടൈമാണ് നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിനെ നമുക്ക് മറ്റ് ട്രാക്കുകളിലേക്കും കൂടെ ഇടണം, ഇതിനെ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 ട്രാക്കിലേക്കാക്കിയിട്ട് നമ്മളോട് ഇതിനെ മാറ്റാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതേപോലെ കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ റിതം റിപ്പീറ്റ് ചെയ്ത് നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ റിതം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, റിതം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് മെലഡി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ റിതം ക്രിയേറ്റ് ചെയ്തു. ഇനി മെലഡി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിലേക്ക് നമുക്ക് പുതിയ ഇൻസ്ട്രുമെൻറ്റ്, പിയാനോ ഇൻസ്ട്രുമെൻറ്റിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റ്സ് കമ്പോസ് മെലഡി എന്ന ഭാഗം കാണാം. ഓക്കെ, ലെറ്റ്സ് കമ്പോസ് മെലഡി. അപ്പോൾ റിതം നമുക്ക് റെഡിയാണ്, ബാക്ക്ഗ്രൗണ്ടിനുള്ള റിതം റെഡിയാണ്. ഇനി നമുക്ക് അതിനുള്ള ഒരു മെലഡി കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബീറ്റ് ബാസ്ലൈനിലുള്ള മെലഡി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടോൺ 01 എന്നുള്ള ഒരു ഭാഗം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ പിയാനോയിലാണ് ഉള്ളത്.
ഈ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ ഒരു മൈ സാമ്പിൾസിൽ തന്നെ മൈ സാമ്പിൾസിലെ ഈ ഒരു ഡ്രം ജസ്റ്റ് ക്ലോസ് ചെയ്ത് അതിൽ പിയാനോ അതിൽ മിസ്കിലുണ്ടായിരിക്കും. മ്യൂസിക്സിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഒരു ഡോങ് 0 എന്നുള്ള ഒരു ഇത് മിസ്കിൽ ഇതാ ഡോങ് 03 എന്ന ഒരു ഭാഗം ഇതിലുണ്ടാവും. അതിന് നമ്മൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് പ്രസ് ആൻഡ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് അതിലാണ് ഇനി നമുക്ക് റിതം കൊടുക്കേണ്ടത്. അപ്പം ഇനി ഇതിൽ എങ്ങനെയാണ് റിതം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പിയാനോ റോള് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിത് നോക്കിയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തതുപോലെ നമുക്കതൊന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് നമ്മുടെ പിയാനോ റോൾ വിൻഡോ. ഈ പിയാനോ റോൾ വിൻഡോയിൽ നമുക്ക് എന്ത് പറ്റും, ഈ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇത് T4 F4 ഇങ്ങനെ ഒരു സെൽ വൈസ് തന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ നമ്മൾ അതിലേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഒന്ന് മിനിമൈസ് ചെയ്താൽ ഓക്കെ, ഈ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ മെലഡി കമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം 100% എന്നുള്ളത് ഒരു 200 ഒന്നാക്കി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ സൈസ് വലുതായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്നും കൂടെ ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് D4 ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ CS C4 ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഈ ഒരു C4ൻ്റെ ഒരു മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഭാഗം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഈ ഒരു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സെല്ലിലായിട്ട് കിട്ടും. ഈ ഒരു ഇത് മതിയാവും. ഇത് കൊടുത്ത ശേഷം അതേ ലൈനിൽ നമുക്ക് D4 കൊടുത്ത ശേഷം അതേ ലൈനിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ D4ലുണ്ട്. അതിന് മുൻപ് നമുക്ക് C4ൽ ഒരു ജസ്റ്റ് ഒരു സെല്ല് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കണം. അത് എത്രാമത്തെ കള്ളിയിലാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സെല്ലിലാണ് കൊടുക്കേണ്ടത് ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഒരു 13th സെല്ലിലായിട്ടാണ് അത് കിടക്കുന്നത്. ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതാ ഇവിടെ. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ ഒന്ന് കൊടുക്കാം. C4ലൊന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ D4ലാണ്. C4 കഴിഞ്ഞ് 2 സെല്ലപ്പുറമാണ് D4 ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആവും. അതിൻ്റെ തൊട്ട് ഓക്കെ, C4ൻ്റെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ C4ൻ്റെ ഒരു കള്ളി അല്ലെങ്കിൽ ഒരു സെല്ല് മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് 1 2 3 4 5 6 1 2 3 4 5 6 ഈ ഒരു രൂപത്തിൽ നമ്മൾ എണ്ണിയിട്ട് വേണം ഇത് ചെയ്യാൻ. ടെക്സ്റ്റിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് ആ രൂപത്തിലാണ് കൊടുക്കേണ്ടത്. ദെൻ അഗെയിൻ 4th 1 2 3 4 അഗെയിൻ 4 1 2 3 4 1 2 3 4 ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഇനി അതേപോലെ F4 ഓക്കെ, D കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് 2 കോളം കഴിഞ്ഞിട്ട് മുകളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആ F4ലും 1 2 3 4th ഓക്കെ 5th ഈ ഒരു രൂപത്തിൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ 2 D4ൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് G4 ഈ F കഴിഞ്ഞിട്ട് G ഒരു ഓക്കെ G4 വരുന്നത് ഈ F4 കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. D4 ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഏകദേശം നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കാം. ദെൻ ഇതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. അതിൽ കാണുന്നുണ്ട് 2 ടെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കുറച്ച് 2 ഒരുമിച്ചാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു A4 കൊടുക്കാം.
ഓക്കെ. ദെൻ ഒരു 2 3 4 സോറി, ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പിയാനോ ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്താലും ഈ പിയാനോയിലുള്ള ഈ ഒരു ഭാഗം ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു പിയാനോയുടെ ഭാഗം കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ ഇത് ചെയ്ത പോലെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവില്ല. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി കൊടുക്കുന്നു. നെക്സ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ കൊടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ പേസ്റ്റ്, എഗെയിൻ ക്ലിക്ക്, റൈറ്റ് ബട്ടൺ പേസ്റ്റ്. ഈ രൂപത്തിൽ നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെലഡീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റിതം ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ മെലഡിയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, റിതം മെലഡി ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരൊറ്റ മ്യൂസിക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്യാം. നോർമൽ ഈ ഒരു LMMSൽ സേവ് ആവും. പക്ഷേ അതിന് പകരം നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്താലേ നമുക്കത് നോർമൽ ഒരു MP3 ഫയലായിട്ട് ഒരു മ്യൂസിക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടി ഫയൽ, എക്സ്പോർട്ട്, നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം. സ്റ്റുഡൻസ് വർക്ക് 8ൽ നമുക്കിതിനൊരു പേര് കൊടുക്കാം. വേവ് ഇതിൽ MP3 ഫയൽ സെലക്ട് ചെയ്യുക. അത് MP3 ഫോമിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ദെൻ നമുക്ക് എന്തെങ്കിലും ഒരു പേര് നൽകിയിട്ട് അതിനെ സേവ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അത് സേവ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫയൽസിൽ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 8ൽ നമ്മളിതാ ഈ ഒരു മ്യൂസിക് എന്ന പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെലഡിയാണ് ഈ കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.